നമസ്കാരം. കുവൈറ്റിൽ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായിട്ടുള്ള ആ തീപിടുത്തവും അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ആൾക്കാർ മരണപ്പെടുകയും അനവധി ആൾക്കാർക്ക് പരുക്കേൽക്കുകയും ചെയ്ത സംഭവം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങളിലേക്ക് പോയി കഷ്ടപ്പെടുന്ന നിരവധി തൊഴിലാളികളായിട്ടുള്ള ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ തങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അന്യരാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം അതുണ്ടാകുന്ന സമയത്ത് അനുശോചനം രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ ആ ദുരന്തമുഖത്തിൽ നിന്നും കൈപിടിച്ചു കയറ്റുക എന്നുള്ളത് കൃത്യമായിട്ട് നാടു ഭരിക്കുന്ന സർക്കാരുകളുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഒക്കെ കടമ തന്നെയാണ്. നമ്മുടെ മന്ത്രി വീണ ജോർജ് കേരളത്തിൻ്റെ വനിതാ മന്ത്രി കൂടിയായിട്ടുള്ള വീണ ജോർജിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നാം ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വിദേശ രാജ്യത്തേക്ക് ഒരു പൗരൻ ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് അദ്ദേഹം അന്യരാജ്യത്തിലേക്ക് എമിഗ്രേഷനൊക്കെ പൂർത്തിയാക്കി വിസയൊക്കെ സമ്പാദിച്ച് പോകുമ്പോൾ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പൗരൻ എന്നുള്ള നിലയ്ക്കാണ് മറ്റൊരു രാജ്യവുമായിട്ട് കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് നിന്നുള്ള പൗരന് എന്തെങ്കിലും ഇത്തരത്തിലൊരു ആപത്ത് വരുന്ന സമയത്ത് ഒരുപക്ഷെ ആ മറ്റൊരു രാജ്യത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ആ പൗരൻ്റെ മേലുള്ള എല്ലാവിധ ഉത്തരവാദിത്വങ്ങളും കൃത്യമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിനു തന്നെയാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിന് ഇത്തരത്തിൽ മറ്റു അന്യരാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും മറ്റ് അന്യരാജ്യങ്ങളിൽ നടക്കുന്ന നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ഇടപാടുകൾക്ക് വേണ്ടിയിട്ടും കൃത്യമായിട്ടുള്ള രാജ്യത്തിൻ്റേതായിട്ടുള്ള സംവിധാന സൗകര്യങ്ങൾ അതാത് രാജ്യങ്ങളിൽ ഒരുക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ദുരന്തം വളരെ പെട്ടെന്ന് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് ആർക്കാണ് ഇടപെടാൻ സാധിക്കുക? അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഒരു സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിലുള്ള വിഷയത്തിൽ യാതൊന്നും തന്നെ ചെയ്യാനില്ല. ചെയ്യാൻ സാധിക്കുന്നത് ആകെ കേന്ദ്ര സർക്കാരിന് മാത്രമാണ്. കേന്ദ്ര സർക്കാരാണ് മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടതും ഇത്തരത്തിലുള്ള മറ്റു വിദേശ രാജ്യങ്ങളിലുള്ള എംബസികളും ഒക്കെ ചലിപ്പിക്കാനൊക്കെ സാധിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൽ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനുമൊക്കെ തന്നെയാണ്. ഈ സമയത്ത് എന്തിനായിരിക്കും മന്ത്രി വീണ ജോർജ് ഇത്തരത്തിലൊരു നാടകം കളിച്ച് കേരളത്തിൻ്റെ മലയാളി സമൂഹത്തെ കബളിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായത്? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. തിരഞ്ഞെടുപ്പ് പരാജയം ഇപ്പോൾ അടുത്ത സമയങ്ങളിൽ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വളരെ മൃഗീയമായിട്ട് പരാജയപ്പെട്ട് ഇത്രയധികം മലയാളികളാൽ അവഗണിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇത്രയും ഒരു അപജയം സംഭവിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു സമൂഹത്തിൽ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആളുകളെ തങ്ങൾക്ക് ചേർത്ത് നിർത്തുവാൻ വേണ്ടിയിട്ട് ഈ ദുരന്തമുഖത്ത് ഉടൻ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മന്ത്രിയായിട്ട് അഭിനയിച്ചുകൊണ്ട് പെട്ടെന്ന് രംഗത്ത് വരുമ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹം എന്ന് പറയുന്നത് അത്രയ്ക്ക് മണ്ടന്മാരാണ് അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവരാണ് എന്ന് ഈ മന്ത്രി ചിന്തിച്ചുവെങ്കിൽ അത് തികച്ചും ഒരു തെറ്റായിട്ടുള്ള ചിന്തയല്ലേ? ഇത് മലയാളി സമൂഹത്തെ ഒരു പൊതുസമൂഹത്തിൻ്റെ ആ പൊതുബോധത്തെ ചോദ്യം ചെയ്യുന്നത് തന്നെയായിരുന്നില്ലേ മന്ത്രി വീണ ജോർജിൻ്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റമെന്ന് കൃത്യമായിട്ട് നാം ചോദിക്കേണ്ടതായിട്ട് വരും. മന്ത്രി വീണ ജോർജ് എന്താണ് പറഞ്ഞത്? കേന്ദ്ര സർക്കാർ മലയാളികളെ ചേർത്ത് നിർത്തുവാൻ വേണ്ടിയിട്ട് കേരള മന്ത്രിസഭയുടെ പ്രതിനിധിയായിട്ട് കുവൈറ്റിലേക്ക് പോകാൻ തയ്യാറായ എനിക്ക് വേണ്ട അനുവാദം തന്നില്ല എന്നും കേരളത്തിനെ ഇത്തരത്തിൽ അവഗണിച്ചത് തെറ്റായിപ്പോയി എന്നുമാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്തരത്തിൽ പറയുമ്പോൾ ഉത്തരവാദിത്വപ്പെട്ട ഒരു ജനപ്രതിനിധിക്ക്, പ്രത്യേകിച്ചും ഒരു മന്ത്രിക്ക് ഇത് ഭൂഷണമായിട്ടുള്ള ഒരു വസ്തുതയാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ?